കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞേ മലയാള സിനിമയിൽ ഇങ്ങനത്തെ വയലൻസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ്. ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമ കൺസീവ് ചെയ്ത സമയത്ത് പറഞ്ഞത് ഒരു വയലന്റ് ആക്ഷൻ മൂവി ആയിരിക്കും. ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. എ സർട്ടിഫിക്കറ്റ് വരുമ്പോ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ബട്ട് അതൊരു തിയേറ്ററുകളുണ്ട്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് KGF ഒക്കെ ഒരിക്കപ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമില്ലെന്ന്. ബട്ട് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ KGF-ലെ റൈബസൂർ സാറിനെ കൊണ്ടുവന്നു. ഹനീഫിന് അത് ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാറ് ഒരു പ്രൊജക്ടിനെ വലിയ സിനിമ മലയാളത്തില് വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച്, അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല. ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച് ആക്ഷൻ. തിയേറ്ററിൽ കാണാത്ത ആൾക്കാരെ ബാക്കി OTT കാണുന്ന പ്രൊഡ്യൂസർ സാർ പറഞ്ഞത് എങ്ങനെ തിയേറ്ററിൽ സിനിമയിൽ കാണാതെ ബാക്കി പലരെയും അല്ല ആക്ച്വലി ഓവർ വയലൻസ് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ കാണും, OTT-യിലും കാണും. പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് കട്ട് ഡെഫിനറ്റ്ലി OTT-യിലാണ് വരാൻ പോകുന്നത്. നിങ്ങൾ അറിയാം, സിനിമ 2 തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ. ഇവിടെ ഒരുപാട് സന്തോഷം. പോലെ തന്നെ ഒരു നല്ല സിനിമ ഒരുപാട് സന്തോഷം. OTT വരുമ്പോ നിയമ്പോളി ഉണ്ടാവും. OTT വരുമ്പോ നിയമ്പോളി ഉണ്ടാവും. അനീഫിനോട് ചോദിക്കണം. അനീഫ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കോറിയോഗ്രാഫിയാണ്. ഇനിയിപ്പോ മലയാള സിനിമ മാർക്കോൾക്ക് ശേഷം ഫൈറ്റ് കോറിയോഗ്രാഫി മികച്ച ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5-6 വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്ത് വരുമ്പോ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകൾ ഉണ്ടായി. അറ്റ് ടൈം എന്റെ ഫ്രണ്ട്സ് ആൻഡ് എന്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയണ്ടായിരുന്നു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന്. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിന്റെ മാർക്കോയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഐ എം വെരി ഹാപ്പി. എന്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാരും. ഇപ്പൊ നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുന്നത് എന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. ലൈക്ക് യു ദ നമ്പേഴ്സ് ആർ ഔട്ട് ദെയർ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്യുമെന്ന് ഇനി വിചാരിച്ചിരിക്കുക. രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ജഗദീശന്റെ ഇന്റർവ്യൂ ജഗദീശൻ പറഞ്ഞു വയലൻസ് ഇനി മാർക്കും ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്നുള്ള രീതിയിലാണ്. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ ജഗദീഷ് ഏട്ടൻ, സിദ്ദിഖേട്ടൻ, ആൻസൺ, അതേപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ്, പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കബീർ ദുഹാൻ, പിന്നെ യുക്തി, ലോഡ് ഓഫ് ആക്ടേഴ്സ്. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷ് ചേട്ടൻ തുടക്കത്തിൽ തന്നെ സാറിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഞങ്ങള് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ഈ ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ്, ഞങ്ങളുടെ പോസ്റ്റേഴ്സിനെ ഒരുപാട് സ്വീകാര്യതയുണ്ടായി. അതുപോലെ തന്നെ ടീസർ, ഫിൽം മേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത്. ചന്ദ്രുവാണ് എന്റെ ജയഗണേഷ് എന്ന സിനിമ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ജയഗണേഷിൽ വർക്ക് ചെയ്ത നമ്മുടെ രഹാൻ ഇതിലുണ്ട് തീർച്ചയായിട്ട്. അപ്പൊ ജയഗണേഷില് നമ്മള് ഏതാണ്ട് വിഷു ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. വിഷു അല്ലേ? ക്രിസ്മസ്